സംയുക്ത ട്രേഡ് യൂണിയൻ മെയ് 20-ന് ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി FSCTO ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. PFRDA നിയമം പിൻവലിക്കുക, NPS, UPS പദ്ധതി റദ്ദാക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, ലേബർ കോഡ് ഉപേക്ഷിക്കുക, മിനിമം കൂലി 26,000 രൂപയായി നിശ്ചയിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക തുടങ്ങി 17ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ മെയ് 20-ന് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പണിമുടക്കിന്റെ ഭാഗമായി FSCTO പാലക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. പാലക്കാട് IMA ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം കളക്ടറേറ്റിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി K. സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന്റെ ആകെ സമ്പത്തിന്റെ 70% കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ 70% ഈ പറയുന്ന 5% സമ്പന്നന്മാരുടെ കയ്യിലാണ്. നേരെ മറിച്ച് ഈ രാജ്യത്തെ ഏറ്റവും താഴെക്കടിയിലുള്ള 50% ആളുകളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ കേവലം 3% മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ളതാണ് കണക്ക്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സമ്പന്നന്മാർ സമ്പന്നരാകുന്നതിന് പിന്നിൽ ഈ പറയുന്ന തൊഴിലാളികളെ ചൂഷണത്തിന്റെ ചെയ്തതിന്റെ ഭാഗമായാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ നിലയിലുള്ള സമീപനങ്ങൾ ആണ് നമ്മുടെ രാജ്യത്ത് വിവിധ കാലഘട്ടത്തിൽ അധികാരത്തിലിരുന്ന സർക്കാരുകൾ, വലതുപക്ഷ സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. KSTA ജില്ലാ സെക്രട്ടറി K. അജില അധ്യക്ഷത വഹിച്ചു. KGOA സംസ്ഥാന കമ്മിറ്റി അംഗം TR രാജേന്ദ്രൻ, KPSCEU സംസ്ഥാന കമ്മിറ്റി അംഗം K. മനീഷ്, NGOA യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം മേരി സിൽവസ്റ്റർ, KGOA ജില്ലാ സെക്രട്ടറി നവനീത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി K. മഹേഷ് സ്വാഗതവും പാലക്കാട് താലൂക്ക് സെക്രട്ടറി രാജേഷ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.